അക്കു ഞങ്ങൾ പുറത്ത് പോയപ്പോഴേക്ക് അക്കു വീട്ടിലുണ്ടായിരുന്നു. അക്കു ഉള്ളിൽ ചാവി ലോക്ക് ചെയ്തിട്ട് കിടന്നുറങ്ങിയതാണോ ടി വി കണ്ടാണോ എന്നറിയില്ല. ഞങ്ങളൊരു മണിക്കൂറായി ഞാനും നന്ദിയും പുറത്ത് നിന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട്. അവസാനം രക്ഷയില്ലാന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ സുഭാഷ് ഏട്ടൻ വന്നു. എന്നിട്ടും രക്ഷയില്ല. എല്ലാവരും വിളിച്ചു, അതിലടിച്ച് വിളിച്ചു, രക്ഷയില്ല. അവസാനം ലോക്ക് കീ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതുകൊണ്ട് അടുത്ത കീ ഇടാനും പറ്റൂല. അവസാനം ഇപ്പം വാതിൽ പൊളിക്കുകയാണ്. ഇതുവരെ അക്കു എണീറ്റിട്ടില്ല. അക്കു അവിടെ ടി വി കാണുകയാണെങ്കിൽ അക്കുവിനൊന്നും കിട്ടലാവും സൂവിൻ്റെ കയ്യിൽ നിന്ന്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ ഉള്ളിലേക്ക് വിളിച്ചാൽ കേൾക്കില്ല. നമ്മൾ വാതിൽ ക്ലോസ് ആണെങ്കിൽ, ടി വി ഓൺ ആണെങ്കിൽ. ഈ വാതിൽ ഞങ്ങൾ എത്രത്തോളം ചവിട്ടി പൊളിക്കാൻ പറ്റും അത്രത്തോളം ഒച്ച ഉണ്ടാക്കി, പക്ഷെ അക്കു കേട്ടിട്ടില്ല. അപ്പം അക്കുവിൻ്റെ മുഖം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. നന്ദക്കുട്ടിയാണെങ്കിൽ പെരും കരച്ചിൽ പുറത്തുനിന്ന് വാതിൽ മുട്ടുന്നതിന്. എന്തിനാ നീ കരയണേ? ഇത് എല്ലാവർക്കും പറ്റുന്ന അബദ്ധമാണ്. എനിക്കും പറ്റാറുണ്ടത്. പക്ഷെ നമ്മളെ കയ്യിലൊക്കെ ഫോണ് ഓണായിരിക്കുന്നതുകൊണ്ട് ആരെയും വിളിക്കുമ്പോൾ കേൾക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു അക്കു ഒന്നെങ്കിൽ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫോണ് വേറെ റൂമിലും അക്കു ടി വി കാണുമായിരിക്കും. नहीं अंदर जाएगा, स्टील अंदर जाएगा तो जाएगा ना, वो जिप्सम बोर्ड है ना. തുറക്കുവേ. ശരിയാക്കോ വാതിൽ, അതാണ് പേടി. വിളിക്കണ്ട, ഉറങ്ങുകയാണെങ്കിൽ വിളിക്കണ്ട. ഉറങ്ങുകയാണെങ്കിൽ വിളിക്കണ്ട. എത്ര നേരം കണ്ണോ ആ വാതിൽ അടച്ചിട്ട് ഞങ്ങൾ എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറാം? വാതിൽ പൊളിച്ചിട്ട് ഞാൻ കയറി ഉള്ളിൽ. അക്കു മണിക്കൂർ 2 ഞങ്ങൾ പുറത്തുനിന്ന് വിളിക്കുന്നത് കേട്ടോ. വാതിൽ പൊളിച്ചിട്ടാണ് ഇപ്പോൾ ഉള്ളിൽ കയറിയിരിക്കുന്നത്. അല്ല അക്കു, ഈ എന്താ ഫുഡൊന്നും കഴിക്കാതെ കയറി കിടന്നത്? അറിഞ്ഞോണ്ട് വാതിൽ കുറ്റിട്ട് അറിഞ്ഞോണ്ട് കടന്നതാണ് ശ്രീമോളെ. ഇവിടെ കുത്തി പൊളിച്ചാകെ. പിന്നല്ല, അതിന്റെ ഒരു കുറവുണ്ടായിരുന്നു. ചവിട്ടി പൊളിക്കല്ലേ? ചവിട്ടി കാലൊടിയുന്നുള്ളൂ. ഞാൻ കരുതുന്നത് ഈ ഡോറിനൊന്നും ബലല്ലാതെ. നല്ല ബലുണ്ട്. ഇവനെന്താ പറഞ്ഞ? ഇവൻ തുറന്നു വന്നപ്പോ ഇവിടെ കടന്നുറങ്ങിയോ? ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, കണ്ടോണ്ടു. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് കാണിച്ച സൂപ്പറായിട്ട് പൊതച്ച് മൂടി കിടന്നുറങ്ങുന്നത്. അത് എന്നുമില്ലാതെ വാതിലൊക്കെ, അത് ഈ റൂമിൽ കിടക്കാതെ നിന്റെ റൂമിൽ കിടന്ന് വാതിലൊക്കെ അടച്ച് കിടന്നുറങ്ങിയിരിക്കുന്നു. ഫോണ് സൈലന്റിലും. അപ്പൊ ഇവിടെ കുത്തി പൊളിച്ചിട്ട് രാജു 1 മണിക്കൂർ ഞാൻ അക്കോ അക്കുവിന്റെ വായ ഒച്ച വരെ പോയി. അങ്ങനെയും വിളിച്ചു. സുഭാഷ് വന്നിട്ട് വിളിച്ചു. ഞങ്ങള് എന്തുകൊണ്ടൊക്കെ ആ വാതിലുമ്പോ ഇടിക്കാൻ പറ്റും, അതുകൊണ്ടൊക്കെ ഇടിച്ചു വച്ചുണ്ടാക്കി. പിന്നെ പറഞ്ഞിട്ട് കാര്യല്ലേ, അവിടെയാണ് വാതില്. ഈ റൂമിക്ക് കേൾക്കുകയല്ല, കേൾക്കൂല. വാതിൽ അടച്ചു കഴിഞ്ഞാൽ തീരെ കേൾക്കൂല. അല്ല, ഈ ഷർട്ട് ഊരി വെക്കാറായില്ല, കൊറേ ദിവസമായില്ല തന്നെ ഇടണ്. അത് അനക്ക് കമന്റ് ഇപ്പൊ കേക്കാം മുടി എങ്ങനെ ഉണ്ട് എന്ന്. എന്നോട് 100 വട്ടം പറയുന്നുണ്ട് രമ ചേച്ചിയൊക്കെ മുടി വെട്ടാൻ കാട്ടുപോത്തിനെ പോലെ ഉണ്ട് എന്ന്. അവന് നാട്ടു പോകുമ്പോഴേക്ക് എന്തൊക്കെയോ കാട്ടിക്കൂട്ടാനാണ്.
എന്ത് ഇതാണ് മുടികൾ ഇങ്ങനെയുള്ള കോലം അതോ ഇതാണോ രസം? കമന്റ് ചെയ്യാ, ഇതാണോ രസം ഇതാണോ രസം? എനിക്ക് ഇഷ്ടപ്പെട്ടതാട്ടോ. മെലിഞ്ഞില്ലേ മെലിഞ്ഞില്ലേ? ഈ ഡ്രസ് സിൽക്ക് പോലെ ഒട്ടി കിടക്കുന്ന ഷർട്ട് അതുകൊണ്ടാണ്. ഒന്ന് പോടോ. എന്താ അക്കുന് പറയാനുള്ള? അക്കു എന്തിനാ വാതിലടച്ചിട്ട് കിടന്നേ? അറിയാതെ അടച്ചു പോയതാണോ അതോ പിണങ്ങിയിട്ട് കിടന്നാണോ? ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ ഡോക്ടറെ അടുത്ത് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് അക്കു വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വരണ്ട, ഓൾറെഡി നന്ദയ്ക്ക് പനിയാണ്, ഇനിയിപ്പം പനി ഇല്ലാതെ അക്കു ഇനി അവിടേക്ക് വരണ്ടെന്ന് പറഞ്ഞു ഞാൻ. അപ്പം ഞാനും നന്ദിയും സൂവും കൂടിയും അജുവും കൂടെ ഡോക്ടറെ അടുത്തേക്കും പോയി. അക്കു ഇവിടെ കിടന്ന്. അപ്പോൾ അക്കുനോട് ആ വരണ്ടാന്ന് പറഞ്ഞത് അക്കുന് ഇഷ്ടപ്പെട്ടില്ല. അക്കു നേരെ പിണങ്ങി കിടന്നുറങ്ങി അല്ലേ? എന്തായിരുന്നു അക്കു ഇവിടെയൊക്കെ കിടന്നിരുന്നത്? ഇനി ആവർത്തിക്കരുത് കേട്ടോ. ലാസ്റ്റ് ഈമയ്ക്കൊക്കെ ദേഷ്യം വന്നു. പിന്നെ എനിക്ക് അറിയാം നീ ഉറങ്ങിയിട്ടുണ്ടാവും എനിക്ക് ഉറപ്പാ. ഇന്നലെ അക്കു ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയത്. അപ്പൊ ഇന്ന് അക്കു വേഗം ഉറങ്ങിയിട്ടുണ്ടാവും എനിക്ക് തോന്നിയായിരുന്നു. ഇനി ആവർത്തിക്കൂലല്ലോ, ഇത് ഫസ്റ്റും ലാസ്റ്റും ആണ്. നന്ദമ്മേ, നീ ആ ഫ്രിഡ്ജ് ലോക്ക് ആക്കിയിട്ടില്ലേ? ഇനി അതിന്റെ കീ കണ്ടില്ലെങ്കിൽ സോച്ചന്റെ കയ്യിൽ നിന്ന് നിനക്ക് അതില് വേറെ കിട്ടും കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ കീ എവിടെ വെച്ചാലേ അറിയില്ല എന്ന് പറഞ്ഞാലല്ലോ അത് വേറെ കിട്ടും. ആ സൂത്രം ഒന്നും കാണിക്കണ്ട, ഇവിടെ എല്ലാവർക്കും അറിയാത്. ഇങ്ങ് വാ നന്ദ. ഫ്രിഡ്ജ് പൂട്ടിയിട്ട് ചാവി കാണാതായ വേറെ അടി കിട്ടൂട്ടോ. നന്ദക്കുട്ടി എന്തിനാ കരഞ്ഞത്? അതൊന്ന് പറഞ്ഞു തന്നെ. ഞങ്ങൾ പുറത്ത് വാതിൽ തുറക്കാൻ നോക്കുമ്പോ നീ എന്തിനാ കരഞ്ഞത്? എന്തിനാ കരഞ്ഞത്? തുറക്കണില്ലാത്തതിന് നീ എന്തിനാ കരഞ്ഞത്? അതൊക്കെ ഓക്കെ, നീ എന്തിനാ അവിടെ പുറത്തു നിന്ന് കരഞ്ഞിരുന്നത്? ഞങ്ങൾ വാതിൽ ഇങ്ങനെ ഇടിച്ച് തുറക്കാൻ നോക്കുമ്പോ നീ എന്തിനാ കരഞ്ഞത്? ആ വാതിൽ പൊട്ടിക്കാൻ നോക്കുമ്പോ നീ എന്തിനാ കരഞ്ഞത്? വാതിൽ പൊട്ടിച്ചു പോയാ പിന്നെ കള്ളന്മാര് കേറുമെന്ന് വിചാരിച്ചിട്ട് അല്ലേ? അല്ലാതെ അക്കുചേട്ടനെ കാണാൻ വേണ്ടി കരഞ്ഞതല്ലല്ലോ. വെറുതെ പറയണ്ടേ. എന്തിനാ കരഞ്ഞത്? ഒന്ന് പോ കള്ളിപ്പെണ്ണെ. കള്ളന്മാര് കേറുമെന്ന് എനിക്ക് പേടിയായി വാതിൽ പൊട്ടിച്ച, അതല്ലേ കാര്യം. ഇന്ന് താഴെ ഞങ്ങൾ വരുമ്പം ഒരു ബിൽഡിങ്ങിന്റെ വർക്ക് നടക്കുമ്പോൾ ഈ കമ്പി മുറിക്കുമ്പോൾ പൂത്തിരി കത്തുന്നുണ്ടായിരുന്നു. നന്ദ അത് കണ്ട് ഭയങ്കര കരച്ചില്. അന്നത്തെ പോലെ മിസൈലാണെന്നാണ് നന്ദയ്ക്ക് പേടി. നന്ദ ഭയങ്കര കരച്ചില്. നന്ദ അവിടുന്നേ കരഞ്ഞാ വന്നത്. അപ്പോഴാണ് ഇവിടെ അക്കു വാതിലടച്ചിട്ട് ഭയങ്കര ബഹളം. അതിന് നന്ദ പുറത്തു നിന്ന് പെരും കരച്ചില്. ഒന്നുമില്ല നിരത്തി വെച്ചതായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ അക്കും ഇവരൊക്കെ. ആ ഇങ്ങനെ നിന്നോ ഇടി ഇങ്ങനെ കിട്ടുന്നുണ്ട്. പൊട്ടിച്ചേരൂല.